നമുക്ക് അങ്ങനെ ഫൈനലി ഒരു മീനെ കിട്ടി കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിതാണ് ഇന്ന് യൂസ് ചെയ്യുന്നത്. ഒരു പല്ലിയുടെയൊക്കെ ലുക്കുള്ളൊരു സാധനം കേട്ടോ. അപ്പോൾ ഇതിനെ ഇങ്ങനെ നമ്മളൊരു ചെറിയ ഒരു ലെഡുള്ള ഒരു ചൂണ്ടലാണ് വെച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ വെയിറ്റിൻ്റെ സംഗതി ഇല്ലാത്ത കാരണം നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്ന ഫ്ലോറോ കാർബൺ ലൈനാണ്. ഇതെനിക്ക് തോന്നുന്നത് 15 പൗണ്ടിൻ്റെതാണ്. പിന്നെ മെയിൻ ലൈൻ വന്നിട്ട് ബ്രൈഡ്, ഇതൊരു 25 ആണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും പിന്നെ നമ്മുടെ റീല് വന്നിട്ട് അബു ഗാർസിയുടെ റീലാട്ടോ. അബു ഗാർസിയുടെ നമ്മുടെ ഇത് ബെയ്റ്റ് കാസ്റ്റ് കേട്ടോ. അബു ഗാർസിയുടെ ബെയ്റ്റ് കാസ്റ്റും റോഡ് വന്നിട്ട് ബെർക്ക്ലിയുടെ ലൈറ്റ്നിങ് റോഡുമാണ്. അപ്പം ഞാൻ ഈ റോഡും ഇതും സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചാണ്. അപ്പം നമുക്ക് ബെയ്റ്റ് കാസ്റ്റ് വെച്ച് ഞാനത് യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ എന്നാലും ചെയ്ത് പഠിക്കുക എന്നുള്ളൊരിതാണ് ഇപ്പോഴത്തെ ഒരു പരിപാടി ബെയ്റ്റ് കാസ്റ്റ്. കാരണം ബെയ്റ്റ് കാസ്റ്റ് അധികം യൂസ് ചെയ്യാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ട് അറിയത്തില്ല. പക്ഷെ എന്നാലും നമ്മൾ ട്രൈ ചെയ്യാം കേട്ടോ. ഇത് കൂടുതലും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊക്കുക, താത്തുക. അപ്പോൾ എന്തെങ്കിലും ഒരു ഈ ബാസ് ഇവിടെ എപ്പോഴും ഉള്ളൊരു സംഭവം കേട്ടോ, ബാസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബാസൊക്കെ വന്ന് ഒത്തിരി അടിക്കാൻ സംഗതിയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് ചെയ്യുന്നത്. പിന്നെ എപ്പോഴും കിട്ടണമെന്നില്ല കേട്ടോ, അത് വേറെ കാര്യം. നമ്മളെപ്പോഴും പറഞ്ഞ ആ ഒരു ലേക്കാട്ടോ ഇത്. വൈഫവിടെ ഭയങ്കരമായിട്ട് കണ്ട് വേറെ സാധനമൊക്കെ ആയിട്ട് സ്പിന്നിങ് ബേറ്റൊക്കെ ഇട്ട് തകർത്തോണ്ടിരിക്കുക. ഓക്കെ, ഇത് വൈഫ് ഇടുന്ന ലൂറാട്ടോ. ഇത് വൈഫിൻ്റെ ലൂറ്. ഇതപ്പോൾ നമ്മുടെ ഇൻലൈൻ സ്പിന്നർ എന്ന് പറയും ആ സംഭവം കേട്ടോ. പക്ഷേ ഇതൊരു വേറൊരു മീനിൻ്റെ ലുക്കുള്ളൊരു ഇൻലൈൻ സ്പിന്നർ. അപ്പോൾ അതിൽ ബ്രൈഡൽ ലൈനയിൽ 15 പൗണ്ടിലെ ബ്രൈഡൽ ലൈനയിൽ എന്താണ് നമ്മുടെ അഗ്ലിസ്റ്റിക്കും പിന്നെ അതുപോലെ തന്നെ ഷിമാനോയുടെ 4000 എന്ന് പറഞ്ഞൊരു പഴയ റീൽ യൂസ് ചെയ്തത്. അതാണ് വൈഫിൻ്റെ സെറ്റപ്പ്. അപ്പോൾ നമ്മളിതിപ്പോൾ ജസ്റ്റ് ട്രൈ ചെയ്തിട്ട് ഇതധികം പോകുന്നുമില്ല. എനിക്ക് വെയിറ്റ് ഇല്ലാത്ത കാരണം അധികം ഇത് ചെയ്യുന്നില്ല. പിന്നെ ഒരു പോണ്ട് അല്ലെങ്കിൽ കുളം എന്നൊക്കെ പറയുന്ന സംഭവം ആയതുകൊണ്ട് ഇവിടെ ഒത്തിരി പേര് വന്ന് ഫിഷിങ് ചെയ്യുന്നുണ്ട്. മീനും ഇതിൻ്റെ കാര്യങ്ങളും. പിന്നെ ഒത്തിരി ക്യാറ്റ് ഫിഷ് എല്ലാവരും തന്നെ കാണാം അവിടെ. എല്ലാവരും ഈ റോഡും വെച്ചോട് ചുമ്മാ കുത്തിയിരിക്കുക. അപ്പം ക്യാറ്റ് ഫിഷും പിടിക്കാനുണ്ട് അവരൊക്കെ തന്നെ. നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട് വന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊന്നും ഇതുവരെയായിട്ട് ഞാൻ ഇടാത്ത സംഗതികളാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് വെച്ച് എന്താ പറയണേ, വർഷങ്ങളായിട്ട് കയ്യിരിക്കുന്ന സംഗതി. പക്ഷേ ഇതുവരെയായിട്ട് ഇട്ടിട്ടില്ല. അപ്പോൾ ഒന്ന് ജസ്റ്റ് പരീക്ഷിക്കാവുന്ന രീതിയിൽ കൊണ്ടുവന്ന. അപ്പോൾ നമ്മൾ കുറച്ചിങ്ങോട്ട് മാറി കേട്ടോ, സ്ഥലം മാറി. കാരണം നമുക്ക് അവിടെ വലിയ ആരുടെ നടത്തുന്നതൊന്നും കിട്ടുന്നില്ല. സ്ഥലം മാറി. ഞങ്ങളിത് മാറ്റി വേറെ എൻ്റെ കോണ്ടത്തിൻ്റെ ഇതൊരു കോംബോ വാങ്ങിച്ചു കേട്ടോ, റെയിലും റോഡും കൂടെ. അപ്പോൾ കോണ്ടത്തിൻ്റെ ട്രോട്ടൽ എന്ന് പറഞ്ഞൊരു കോംബോ ആണിത്. 4000 റെയിലും എത്ര ഇത് 6'5" ഉണ്ടെന്നാണ് ഇതിൻ്റെ നീളം. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ്. പിന്നെ നമ്മൾ സ്പിന്നർ കിട്ടും കേട്ടോ, ഇൻലൈൻ സ്പിന്നർ. ഇതേലെങ്കിൽ എന്തെങ്കിലും കിട്ടും നോക്കാം. ഇവിടെ നമുക്ക് ഒത്തിരി കിട്ടിയിട്ടുള്ള സ്ഥലമാണ്. ക്യാറ്റ് ഫിഷൊക്കെ വരുന്നത് ഒത്തിരി കിട്ടിയിട്ടുള്ള. ഇവിടെ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇൻലൈൻ സ്പിന്നർ ഇട്ടിട്ട് ആദ്യത്തെ കാസ്റ്റ് ആട്ടോ. കാസ്റ്റ് ചെയ്തു റിട്രീവ് ചെയ്യുക. എന്തെങ്കിലും കിട്ടുമല്ലോ അറിയത്തില്ല. എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം. എന്തായാലും ഇതധികം സ്പിൻ ചെയ്യുന്നില്ല, അത് നമുക്കറിയാം. സ്പിൻ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചുണ്ട്. പക്ഷേ ഇത് വെള്ളത്തിൻ്റെ മേളിൽ കിടന്ന സ്പിൻ ചെയ്യും. അപ്പോൾ ഗൈസ് നമ്മൾ സാധനം വീണ്ടും മാറ്റി കേട്ടോ. നമ്മളിപ്പോൾ ഒരു ലിപ്ലെസ് സിങ്കറിനെയാണ് ഇടാൻ പോണത്. ഇതിൻ്റെ ഒരു ഈ റാഡലൊക്കെ ഇത് കേട്ടൊക്കെ സൗണ്ട് കേട്ട് മീൻ അട്രാക്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇതൊരു സെക്സി ഷാഡ് എന്നുള്ളൊരു കളറാട്ടോ. അപ്പം നോക്കാം, ഇട്ട് നോക്കാം എന്തെങ്കിലും കിട്ടുമല്ലോ എന്ന്. ഒന്നും വർക്ക് ചെയ്യുന്നില്ല.
വെള്ളം ഒട്ടും ഇല്ലാത്തതുകൊണ്ടാണോ എന്തോന്ന് അറിയത്തില്ല, പക്ഷേ നമുക്കൊന്നും കിട്ടുന്നില്ല. അതെ, അധികം പോകാത്തതുകൊണ്ടാണോ ഒരു പിടുത്തമില്ല. പക്ഷേ ഇവിടെ നമുക്ക് ഒത്തിരി കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. എന്നാൽ അവിടെ കിട്ടാതിരിക്കും വേണം നമുക്ക് ഭയങ്കര ഒരിത്. ഇതേലും എല്ലാം വന്ന് അടിക്കുകയോ അതെയോ ഉടക്കുകയോ ഒരു പിടുത്തവും ഇല്ല. നമ്മൾ പിന്നെ ഇന്ന് ആർട്ടിഫിഷ്യൽ മാത്രമേ ട്രൈ ചെയ്യുന്നുള്ളൂ. അതാണ് വേറൊരിത്. കാരണം നമ്മൾ വേറെ ബെയ്റ്റ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അടിക്കൂടെ എങ്ങനെ ഇത് കുറച്ച് ദൂരം പൊക്കോളും. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ രണ്ടും ട്രൈ ചെയ്ത് ദൂരം പോകുന്നില്ല. ഇനി ലൈൻ്റെ ആണ്, ഇതൊരു 15 LBയുടെ ലൈനാണ്. ഹെവി ലൈനാന്ന് തോന്നുന്നു കണ്ടത്. 15 LB ആയിട്ടും അധികം താഴുന്നില്ല. ഇത് താഴാത്തതാണോ വെള്ളം കുറവായതുകൊണ്ടാണോ എന്തോ നമ്മുടെ ഇൻലൈൻസ് സ്പിന്നർ അങ്ങോട്ട് വർക്കാകുന്നില്ല. അപ്പോൾ ഈ പരിപാടി ചെയ്യാമെന്ന് വെച്ചു. ഇതും വർക്ക് ചെയ്യുമല്ലോ കിട്ടുമല്ലോ എന്നറിയത്തില്ല. ഇനി ഇതൊക്കെ കൂടുതലും ബാസാണ് അടിക്കുള്ളൂ. ബാസ് വല്ല കിട്ടുമെന്ന് നോക്കാം. അതേ ഉടക്കോ എന്തോ ഒരു പിടുത്തമില്ല. ഇവരായിട്ടൊന്നും കിട്ടുന്നില്ല. ഫിഷിംഗ് എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ, നമുക്ക് കിട്ടും, ചിലപ്പം കിട്ടിയല്ല. കീപ് ട്രൈ, നെവർ ഗീവ് അപ്പ്. ഓ, എന്തോ പതുക്കെ നുടക്കിയത്. പക്ഷെ മീനാണോ അതെയോ അടിയത്തല്ലോ ഇതാണോ നടത്തില്ലേ ഗൈസ്. ഇപ്പം നിങ്ങൾക്ക് കാണാം അവിടെ ഒരു കണ്ടിട്ട് അവർക്കൊരു 50-60 ഇടയ്ക്കുള്ള ആൾക്കാരാണ്, പ്രായമുള്ള ആൾക്കാരാണ്. ഒരു ഫാരി ഭർത്താവാണെന്നാണ്. അപ്പോൾ അവർ രണ്ടും കൂടെ വന്ന് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ കാണാൻ പറ്റുമോ അത്രയും വയസ്സായൊരു ഫാരി ഭർത്താവ് ഫിഷിങ്ങിന് വരുന്നത്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു ഇത്. ഇപ്പം ഒട്ടുമിക്ക എനിക്ക് തോന്നണേ ഇതുപോലെയുള്ള അമേരിക്ക, യൂറോപ്പ്, കാനഡ ഇതുപോലെയൊക്കെ രാജ്യങ്ങളിൽ കാണാവുന്നൊരിതാണ്. ഭാര്യയും ഭർത്താവും വന്ന് ഒരുമിച്ച് ഫിഷിങ്ങിന് വരും, ഈവൻ ഹണ്ടിങ്ങിന് പോകും. നമ്മുടെ നാട്ടിൽ ഫിഷിംഗ് എന്നൊക്കെ പറയണത് എന്തോ ഒരു പാപമൊക്കെ ചെയ്യുന്ന പോലെ, എന്തോ ഒരു സംതിങ്, അതായത് ഒട്ടും എന്തുവാണ് ഒരു വേറെ പണിയൊന്നും ഇല്ലാത്ത ആൾക്കാർ ചെയ്യുന്ന പോലെയൊക്കെയാണ്. ഒരു ഏറ്റവും ലോക്കലായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഏറ്റവും ഒരു ഒട്ടും എന്താണ് ഒരു നാട്ടിലെ വലിയ വലിയ ആൾക്കാരൊന്നും ചെയ്യാത്ത ഇതാണെന്ന് അങ്ങനെയൊക്കെ ഒരു ഇത് കൊട്ടിക്കുണ്ട് നാട്ടിൽ. പക്ഷെ ഇവിടെ കണ്ടല്ലേ എല്ലാവരും അവർക്ക് ഇതൊക്കെ ഒരു ഇവിടെ ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ മീൻ പിടിച്ച് മീനെ കൊണ്ടുപോയി കറി വെക്കാമെന്നൊക്കെയുള്ള രീതിയിലല്ല ഇവർ വരുന്നത്. ഇവരൊരു ഫണ്ണിന് അവരുടെ ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് എൻജോയ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പം അവരുടെ റിട്ടയർമെൻറ്റ് ലൈഫ് അവരിപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻജോയ് ചെയ്യുന്നത്. ഫിഷിങ്ങും അതുപോലെ ചെറുതായിട്ട് കുക്കിങ്ങും അങ്ങനെയൊക്കെ ചെയ്ത് അതൊക്കെയാണ് ലൈഫ്. അത് മുന്നിട്ടാണോ അവിടെ? അടിപൊളി, സൂപ്പർ. എങ്ങനെയെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായല്ലോ. പക്ഷെ അതിൽ മൊത്തം പോയത് അതിൻ്റെ അകത്ത് കിടന്ന് ഇതെല്ലാം മാറ്റണം. ചെളി പറ്റിയിരിക്കുന്ന അല്ല ഇതിൻ്റെ ഇതേ വേണ്ട വെയിറ്റ് ഉണ്ടോ അതോ വെയിറ്റ് ഉള്ള സാധാ കൂട്ട് തന്നെയാണോ നമ്മളൊക്കെ ഉപയോഗിക്കുന്നൊക്കെ പോലെ. മീൻ കിട്ടിയില്ലേലും ലോറ് കിട്ടിയല്ലോ. നമുക്കങ്ങനെ ഫൈനലി ഒരു മീനെ കിട്ടി കേട്ടോ. വേറെ ആരുമല്ല, നമ്മുടെ ക്യാറ്റ് ഫിഷിനെയാണ്. അപ്പോൾ വൈഫ് യൂസ് ചെയ്യേണ്ടുന്ന ഇതാണ് ഞാൻ യൂസ് ചെയ്തത്. ഓക്കെ, അതിൻ്റെ സൈഡിലായിട്ട് അയ്യോ അങ്ങനെ നമുക്കും കിട്ടി ക്യാറ്റ് ഫിഷ്. ഹൈ 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 ഹൈ. എടുത്തുവിടാം.
യെസ്. ഞാൻ അവിടെ നിൽക്കേ, എടുത്തു വിടാം. അവിടെ നിൽക്കേ, എടുത്തു വിടാന്ന് പറഞ്ഞില്ലേ? അനങ്ങാതിരുന്ന എടുത്ത് വിടാം, അതെ. അനങ്ങിയാ വിടില്ല. ഓക്കെ ഓക്കെ ഗായ്സ്, വേണ്ട നമ്മുടെ ക്യാറ്റ് ഫിഷ് കണ്ടല്ലോ. ക്യാറ്റ് ഫിഷ് കണ്ടല്ലോ, നമുക്കൊരു റിലീസ് ചെയ്യാം കേട്ടോ. There we go.